നമസ്കാരം. റൈറ്റ് യുവർ എംപിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇത്തവണ ആലത്തൂരാണ് മണ്ഡലം. 2009 മാത്രം രൂപീകൃതമായി 2 തവണ മാത്രം തെരഞ്ഞെടുപ്പ് നടന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ. ഒറ്റപ്പാലമാണ് പിന്നീട് ആലത്തൂരായി മാറിയത്. ഒറ്റപ്പാലത്തിന്റെ ചരിത്രം നോക്കിയാൽ പലപ്പോഴും ഇടത് ആഭിമുഖ്യമാണ് പുലർത്തിയിട്ടുള്ളത്. നിയമസഭാ മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും ഇടതിനൊപ്പം. PK ബിജുവാണ് 2 തവണ ആലത്തൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയത് ഇടത് പ്രതിനിധിയായി. പക്ഷേ ഇത്തവണ ബിജുവിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്നാണ് ആലത്തൂരിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. പ്രാദേശികമായി CPM പ്രവർത്തകർക്ക് ബിജുവിനെതിരെ എതിർപ്പുണ്ട്. ബിജുവിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥി ഇത്തവണ മത്സരിക്കാൻ എത്തിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഭാരതപ്പുഴയുടെ പോഷക നദിയായ ഗായത്രിപ്പുഴയുടെ കരയിലുള്ള ആലത്തൂർ പട്ടണം. പ്രധാനമായും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ. നെൽകൃഷി വ്യാപകമായിരുന്ന സമയത്ത് നിരവധി അരിമില്ലുകൾ ആലത്തൂരിലും സമീപ പട്ടണങ്ങളിലുമുണ്ടായിരുന്നു. എന്നാൽ ആദായകരമല്ലാതായതോടെ നെൽകൃഷിയിലും കുറവ് വന്നു. ഒപ്പം മില്ലുകളിൽ മിക്കവയും അടച്ചുപൂട്ടേണ്ട അവസ്ഥയുമായി. ഒരു കാലത്ത് ബീഡി തെറുപ്പിനും പ്രശസ്തമായിരുന്നു ആലത്തൂർ. ചന്ദനത്തിരിയും ഒരുക്കു നിർമ്മാണവുമാണ് ഇപ്പോഴത്തെ പ്രധാന വ്യവസായങ്ങൾ. ആലത്തൂരിൽ സിറ്റിംഗ് MP വീണ്ടും മത്സരിക്കുമോ? PK ബിജുവിന് CPM ഒരവസരം കൂടി നൽകുമോ? അവസരം നൽകിയില്ലെങ്കിൽ എന്തായിരിക്കും കാരണം? സിറ്റിംഗ് MPമാർ എല്ലാം മത്സരിക്കുമ്പോൾ എന്തുകൊണ്ട് PK ബിജുവിനെ മാറ്റാനുള്ള ആലോചന നടക്കുന്നു? PK ബിജു അല്ലെങ്കിൽ മറ്റൊരാൾ മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങുമ്പോൾ സംവരണ മണ്ഡലത്തിൽ CPM അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഒന്നാകും അത്. കേരളത്തിലെ 2 സംവരണ മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ. തമിഴ്നാട് അതിർത്തി മുതൽ തൃശൂർ ജില്ല വരെ നീണ്ടുകിടക്കുന്നതാണ് മണ്ഡലം. പഴയ ഒറ്റപ്പാലം മണ്ഡലം 2009 ആലത്തൂരാകുന്നത്. 1984-ലും 89-ലും 91-ലും ജയിച്ച് ഹാട്രിക് തികച്ച KR നാരായണനെ മാറ്റി നിർത്തിയാൽ ഒറ്റപ്പാലം ഇടതുപക്ഷത്തെ തുണക്കുന്ന മണ്ഡലമായിരുന്നു. 1996 മുതൽ 2009 വരെ CPMലെ S. അജയകുമാർ ഒറ്റപ്പാലത്തെ പ്രതിനിധീകരിച്ചു. പഴയ ഒറ്റപ്പാലം മണ്ഡലത്തിന്റെയും ആലത്തൂരിന്റെയും 42 വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 8 തവണ മണ്ഡലം LDF അനുകൂലമായാണ് വിധിയെഴുതിയത്. 4 തവണയാണ് UDF സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ആലത്തൂർ മണ്ഡലം രൂപീകൃതമായ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ CPM രംഗത്തിറക്കിയത് PK ബിജുവിനെ. SFI നേതാവായിരിക്കെയാണ് ബിജു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് രംഗത്തെത്തുന്നത്. 2009-ൽ സംസ്ഥാനത്തെ UDF അനുകൂല തരംഗത്തിനിടയിലും ആലത്തൂർ ഇടതുപക്ഷത്തിനൊപ്പം നിന്നു. കോൺഗ്രസിന്റെ NK സുധീറിനെ 20,960 വോട്ടുകൾക്കാണ് ബിജു തോൽപ്പിച്ചത്. 2014-ൽ വീണ്ടും ഇടതു സ്ഥാനാർത്ഥിയായി PK ബിജു. പുതുമുഖമായ ഷീബിയായിരുന്നു കഴിഞ്ഞ തവണ ബിജുവിനെതിരെ കോൺഗ്രസ് പരീക്ഷിച്ചത്. പക്ഷേ ബിജു ജയം ആവർത്തിച്ചു, ഉയർന്ന ഭൂരിപക്ഷത്തോടെ. 20,960 ഭൂരിപക്ഷം 37,312 PK ബിജു ഉയർത്തിയത്. സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ളൊരു അന്തരീക്ഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അതേപോലെ 5 വർഷക്കാലം ജനങ്ങളുടെ ഇടയിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ അവർ സ്വീകരിക്കുകയും മുൻവർഷത്തെ പുതുമുഖമെന്ന ഒരു പരിഗണനയ്ക്കപ്പുറത്തേക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു അനുഭവം കൂടി വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ചത്. അത് മുൻവർഷത്തേക്കാൾ നല്ല സ്വീകാര്യത ആ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. 16ാം ലോകസഭ 5 വർഷം പൂർത്തീകരിക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ MPമാരും അവർ നടത്തിയ എന്തെങ്കിലും ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞിട്ടാണ് അവർ വോട്ട് ചോദിക്കാൻ ഇറങ്ങുന്നത്. എന്നാൽ ഇവിടെ ആലത്തൂർ MP PK ബിജു അങ്ങനെ ഒരു അദ്ദേഹത്തിന്റേതായ ഒരു പദ്ധതി എന്ന് 5 വർഷമല്ല, അതിനു മുമ്പ് 5 വർഷവും കൂടെ 10 വർഷത്തെ കാലാവധിയിൽ അദ്ദേഹത്തിന്റേതായ ഒരു പദ്ധതി പോലും പറയാൻ കഴിയാത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം ഉണ്ടായത്. അത് വെച്ചിട്ടാണ് ഇനി CPMഉം അദ്ദേഹവും ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം. കഴിഞ്ഞ 10 വർഷമായി സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്ന ഒരു പദ്ധതി പോലും ആലത്തൂർ പ്രദേശത്ത് ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ആലത്തൂരിന്റെ ഏറ്റവും ഗുരുതരമായ വിഷയങ്ങളായ കുടിവെള്ള ക്ഷാമം, കാർഷിക മേഖലയിലുള്ള പ്രതിസന്ധികൾ, ഇതിലൊന്നും ഒരു ഇടപെടലും, വിദ്യാഭ്യാസപരമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശം, ഇതിലൊന്നും ഒരു ഇടപെടലും MP എന്ന നിലയിൽ
ബിജുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ബിജു എന്ന MP-യെ ആലത്തൂർ പാർലമെന്റിലെ ജനങ്ങൾ കാണാറ് തന്നെ ഇല്ല. കഴിഞ്ഞ 10 വർഷത്തിൽ വളരെ വിരളമായ ദിവസങ്ങളിൽ മാത്രമേ അദ്ദേഹം നിയോജക മണ്ഡലത്തിലുണ്ടായിട്ടുള്ളൂ. ഇല്ല, കഴിഞ്ഞ വർഷം പ്രധാനമായിട്ടും കേന്ദ്രീകരിച്ചത് കാർഷിക മേഖല, വിദ്യാഭ്യാസം, ആരോഗ്യം. അതിലെ ചില പദ്ധതികൾക്ക് തുടക്കം കുറിക്കാനായി എന്നതാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ പാർലമെന്ററി പ്രവർത്തനത്തിൽ ഞങ്ങളൊക്കെ പുതുമുഖങ്ങളായിരുന്നു. അപ്പോൾ പാർലമെന്ററി പ്രവർത്തനം മനസ്സിലാക്കി മണ്ഡലത്തിലെ ആവശ്യങ്ങൾ അവിടെ പറയാനും പൊതുവായ രാജ്യം അഭിമുഖീകരിക്കുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധയപ്പെടുത്താനും ചോദ്യോത്തരം വഴിയും അതുപോലെ പ്രത്യേകമായിട്ടുള്ള സബ്മിഷൻ വഴിയുമെല്ലാം സാധിച്ചിരുന്നു. പിന്നെ പ്രധാനപ്പെട്ട പാർലമെന്ററി നിയമനിർമ്മാണത്തിൽ സംസാരിക്കാനും കഴിഞ്ഞു. പാർലമെന്റ് സമ്മേളനം മറ്റെല്ലാം മാറ്റിവെച്ച് പൂർണ്ണമായിട്ടും പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അപ്പം അത് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾക്ക് വലിയധികം സഹായം ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന കേന്ദ്ര ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ സഹായത്തോടുകൂടി നിർവഹിക്കേണ്ട പല കാര്യങ്ങളും നിർവഹിക്കാൻ ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 5 വർഷത്തെ പ്രവർത്തനം എന്ന നിലയിൽ നോക്കിക്കാണുമ്പോൾ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തുടർച്ചയാണ് ഈ 5 വർഷം ഏറ്റെടുക്കാൻ സാധിച്ചത്. അത് കുറച്ചുകൂടി കോൺക്രീറ്റായി എന്തൊക്കെയാണ് കഴിഞ്ഞ 5 വർഷത്തിന് പഠിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലയ്ക്കും പ്രത്യേകമായിട്ടുള്ള ഊന്നൽ കൊടുത്ത് പ്രവർത്തിക്കാൻ ഈ 5 വർഷം കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ 2014 ഇൻസ്പയർഡ് സ്കൂൾ എന്നൊരു പ്രത്യേക പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതൊരു 100 സ്കൂളുകൾ, ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സ്കൂളുകൾ എടുത്ത് ആ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക, ഇൻഫ്രാസ്ട്രക്ചർ, IT മേഖലയിലുള്ള വർധനവ്, വിദ്യാർത്ഥികൾക്കുള്ള വാഹന സൗകര്യം, അങ്ങനെ ഒരു സമഗ്രതയിലേക്ക് വിദ്യാഭ്യാസത്തെ കൊണ്ടുവരാനുള്ള പദ്ധതിയുടെ തുടക്കമായി അത് മാറ്റിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുടിവെള്ള പദ്ധതികൾ എന്ന് പറയാതെ സ്പെസിഫിക് ആയിട്ട് ഒരു പദ്ധതിയുടെ പേരോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പേരോ പറയാൻ കഴിയില്ല. കാരണം അങ്ങനെയൊന്നും ഇല്ല. പിന്നെ തൃശൂർ മെഡിക്കൽ കോളേജിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മറ്റ് മെഡിക്കൽ കോളേജുകളുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തിയാൽ ഏറ്റവും വികസനത്തിന്റെ കാര്യത്തിൽ, പ്രവർത്തന മികവിന്റെ കാര്യത്തിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്നതാണ് തൃശൂർ മെഡിക്കൽ കോളേജ്. അത് തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അല്ലാതെ MP എന്ന നിലയിൽ ബിജുവിന്റെ ഇടപെടലുകൾ ആ മെഡിക്കൽ കോളേജിന്റെ കാര്യത്തിൽ ഒട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ പാർലമെന്റിലെ കണക്കുകൾ ബിജുവിന് അനുകൂലമാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും ഫണ്ട് വിനിയോഗത്തിലും ബിജു മുന്നിലാണ്. മാധ്യമ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖമായി ബിജു തിളങ്ങി നിന്നു. പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ മികച്ച പാർലമെന്റേറിയൻ എന്ന പേര് നേടി. ലഭിച്ച ഫണ്ട് ഏതാണ്ട് പൂർണ്ണമായും മണ്ഡലത്തിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിഞ്ഞു. ഇത്തരത്തിൽ നിറഞ്ഞ നേട്ടങ്ങളുമായാണ് ബിജു തലയുയർത്തി നിൽക്കുന്നത്. നോട്ട 21,000-ലധികം വോട്ടുകൾ നേടിയെന്ന പ്രത്യേകതയും 2014 തെരഞ്ഞെടുപ്പിനുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിലായി പരന്നുകിടക്കുന്നതാണ് ആലത്തൂർ ലോക്സഭാ മണ്ഡലം. തരൂർ, ചിറ്റൂർ, നെന്മാറ, ആലത്തൂർ, ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി എന്നീ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് ആലത്തൂരിൽ ഉൾപ്പെടുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറ്റൂരും വടക്കാഞ്ചേരിയും ഒഴികെ 5 മണ്ഡലങ്ങളും LDF-നൊപ്പം നിന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ 7ഇടത്തും PK ബിജുവിലൂടെ ഇടതുപക്ഷമാണ് മുന്നിലെത്തിയത്. 2016 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7ൽ 6 മണ്ഡലങ്ങളിലും വിജയക്കുറി പാലിച്ചത് LDF. വിജയിച്ച വടക്കാഞ്ചേരിയിലാകട്ടെ UDF-ന്റെ ഭൂരിപക്ഷം 43 വോട്ട് മാത്രം. UDF തുടർച്ചയായി വിജയിച്ചിരുന്ന ചിറ്റൂർ മണ്ഡലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പിടിച്ചെടുത്തത് ആലത്തൂരിന്റെ ഇടതാഭിമുഖ്യം ഒന്നുകൂടി അരക്കിട്ടുറപ്പിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 37,312 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് PK ബിജു വിജയിച്ചതെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലുമായി LDF-ന്റെ ഭൂരിപക്ഷം 3 ഇരട്ടിയോളം വർദ്ധിച്ചു. 91,846 വോട്ടിന്റെ മുൻതൂക്കമാണ് ഇടതുപക്ഷത്തിന് ആലത്തൂരിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്നുമായി കിട്ടിയത്. പിണറായി മന്ത്രിസഭയിലെ 3 മന്ത്രിമാർ ആലത്തൂരിൽ നിന്നാണെന്നതും മണ്ഡലത്തെ ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റുന്നു. തരൂരിൽ നിന്ന് വിജയിച്ച AK ബാലനും കുന്നംകുളത്ത് നിന്നുള്ള AC മൊയ്തീനും ചിറ്റൂരിൽ നിന്നുള്ള K കൃഷ്ണൻകുട്ടിയും. പാർലമെന്റേറിയൻ എന്ന രീതിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചയാളാണ് PK ബിജു. ലോക്സഭയിൽ 326 ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. ദേശീയ ശരാശരി 67ഉം സംസ്ഥാന ശരാശരി 142 മാത്രമാണ്. 580 ചോദ്യങ്ങളും 16ാം ലോക്സഭയിൽ PK ബിജു ഉന്നയിച്ചു. ദേശീയ ശരാശരിയേക്കാളും സംസ്ഥാന ശരാശരിയേക്കാളും ഏറെ മുന്നിലാണിത്. 89% പാർലമെന്റിലെ ഹാജർ.
എന്നാൽ ഒരു സ്വകാര്യ ബിൽ പോലും പി കെ ബിജു അവതരിപ്പിച്ചിട്ടില്ല. MP ഫണ്ടിൽ നിന്നും പി കെ ബിജു ആലത്തൂരിനു വേണ്ടി ഇതുവരെ ചെലവഴിച്ചിരിക്കുന്നത് 18.1 കോടി രൂപയാണ്. റിലീസ് ചെയ്ത തുക മുഴുവൻ മണ്ഡലത്തിൽ ചെലവാക്കാൻ ആലത്തൂർ MPക്കായി. പ്രധാനപ്പെട്ട ഒരു പോരായ്മ നമ്മുടെ പ്രത്യേകിച്ച് റൂറൽ മേഖല ഏറ്റവും കൂടുതലുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആലത്തൂർ. കുടിവെള്ളക്ഷാമം പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. അപ്പൊ കഴിഞ്ഞ വർഷത്തെ ഒട്ടേറെ കുടിവെള്ള പദ്ധതികൾ കൊടുക്കാൻ കഴിഞ്ഞെങ്കിലും ഈ വർഷം അതിന് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ടുള്ള സ്വഭാവം ഉണ്ടാക്കാൻ സാധിച്ചു. ആലത്തൂർ മണ്ഡലത്തിന്റെ ആകെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക. അങ്ങനെ 103 കുടിവെള്ള പദ്ധതികൾ, ചെറിയ പദ്ധതികൾ ഇപ്പൊ തന്നെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. പ്രധാനപ്പെട്ട പദ്ധതിയായിട്ടുള്ള വട്ടായിലെ ഏതാണ്ട് 3000 ലക്ഷം ലിറ്റർ കപ്പാസിറ്റിയുള്ള കോറിയിലെ വെള്ളം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 2 പഞ്ചായത്തിനും തൃശൂർ മെഡിക്കൽ കോളേജിനും കുടിവെള്ളം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അതിന്റെ പ്രവർത്തന പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. 3 ആരോഗ്യരംഗത്ത് പ്രധാനമായിട്ടും കേരളത്തിന്റെ സവിശേഷത വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലുമാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് നമ്മുടെ മണ്ഡലത്തിന്റെ ഭാഗമാണ്. മെഡിക്കൽ കോളേജിന്റെ സൌകര്യം പ്രയോജനപ്പെടുത്തി അവിടുത്തെ ഓങ്കോളജി വിഭാഗത്തെ ശക്തിപ്പെടുത്താനും ഡേ കെയർ കീമോതെറാപ്പി 2011 5.5 കോടി രൂപയാണ് അന്നത് ഞങ്ങൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ കണ്ടത്. ഒരു MPയെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷം 5 കോടിയാണ് ലഭിക്കുന്നത്. അപ്പം അത് നടപ്പിലാക്കൽ പ്രയാസമാകും എന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാ ധൈര്യം സംഭരിച്ച് ആദ്യത്തെ 1 കോടി അതിന് മാറ്റിവെച്ച് ഇന്നിപ്പം അത് തൃശൂർ മെഡിക്കൽ കോളേജ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡേ കെയർ ചികിത്സാ കേന്ദ്രമായി തൃശൂർ മെഡിക്കൽ കോളേജിൽ മാറ്റുന്നതിന് സഹായമായിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ 1 കോടിയും സംസ്ഥാന സർക്കാരിന്റെ ഇപ്പൊ 2.5 കോടിയും MP ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 3 കോടി രൂപയും അതിനുവേണ്ടി വിനിയോഗിച്ചു കഴിഞ്ഞു. ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട ഡേ കെയർ ചികിത്സ ലഭിക്കുന്ന കേന്ദ്രമാക്കി അതിനെ വളർത്തിയെടുക്കാനാണ് പരിശ്രമിക്കുന്നത്. ഒന്നാമത്തത് MP ഫണ്ട് കൊടുത്ത് ചെയ്യാം, ഞാനും കൊടുത്തിട്ടാണ്. പക്ഷെ അത് കുറച്ചൊക്കെ MP ഫണ്ട് കൊടുത്തിട്ടുണ്ടാവും, ഇല്ലാണ്ട് ഈ പണത്തിന് ചെലവാക്കണമല്ലോ. അല്ലാണ്ട് ഒരു പ്രധാന പ്രോജക്റ്റുകൾ കൊടുത്തിട്ടില്ല. ആലത്തൂർ ഇപ്പോഴും കുടിവെള്ളത്തിന് വലിയ ബുദ്ധിമുട്ടാണ്. ആലത്തൂർക്കാരൊക്കെ ഇവിടെ ഉണ്ടാവുന്നത് വെച്ചാൽ ആലത്തൂർ കുടിവെള്ളത്തിന് നല്ലൊരു പ്രോജക്റ്റ് ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം അവരെടുക്കുന്നത്. നമ്മുടെ ചുമതല നമ്മുടെ ഏൽപ്പിച്ച 5 വർഷക്കാലത്തെ കാര്യങ്ങൾ കൃത്യമായി പൂർത്തീകരിക്കുക. ജനങ്ങൾക്കൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, നിങ്ങളുടെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം മറ്റൊരു തരത്തിലും നിങ്ങൾക്കൊരു ചീത്തപ്പേരുണ്ടാക്കാതെ നിർവഹിക്കും എന്നാണ് ഞാൻ ഉറപ്പുകൊടുത്തത്. അത് 100% പാലിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു MP എന്ന് പറഞ്ഞാൽ ആകാശ താഴെയും ഭൂമിക്ക് മേലുള്ള എല്ലാ കാര്യം നടക്കുന്നു. പക്ഷെ കെട്ടേണ്ട ഫണ്ട് കൊടുക്കാനുണ്ട്. പഞ്ചായത്ത് മെമ്പർക്ക് വീട് കൊടുക്കാനും മറ്റു അവകാശങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ MLAമാർക്ക് MLA ഫണ്ടുണ്ട്. ഞങ്ങൾക്കൊന്നുമില്ല അവിടെ. അപ്പോൾ അദ്ദേഹം ഉടൻ തന്നെ നമ്മുടെ അന്നത്തെ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ എന്നെ വിളിച്ചിട്ട് കൽപ്പന റായിനെ വിളിച്ച് കഴിഞ്ഞ് ഉടനെ വിളിച്ച് ചോദിച്ചു 2 മാസം കൊണ്ട് എങ്ങനെ ചെയ്യാൻ പറ്റും. ഒരു പ്രോജക്റ്റ്, പുതിയതായിട്ടൊരു പ്രോജക്റ്റ് രാജ്യത്തിൽ ഉണ്ടാക്കുകയാണ്. അതിന്റെ വൈകൽ ഉണ്ടാക്കിയപ്പോൾ ആ ഫണ്ട് എന്റെ കാലത്തൊന്നും വളരെ ഉപയോഗിക്കണം. ഞാൻ 2-3 കാര്യം നമ്മുടെ ഇപ്പോൾ റോഡ് ബ്ലോക്കായി കിടക്കണ്ടല്ലോ, നമ്മുടെ ഗാന്ധി ബസാറിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യം പാലക്കാട് ജില്ലയിൽ ഒരു ആസ്പത്രിയിലും സ്വകാര്യ മേഖലയിലായാലും പൊതുമേഖലയിലായാലും സഹകരണ മേഖല ICU ഇല്ല. അന്ന് ആദ്യത്തെ ICU പാലക്കാട് നമ്മുടെ MP ഫണ്ട് കൊടുത്തു. പിന്നെ വൈദ്യുതി മിഷൻ എന്റെ ടേമിന്റെ അവസാനത്തെ 95-ലാണ് ഇത് വന്നിരിക്കുന്നത്. ഞാനത് 94-ലാണ്. പക്ഷെ ഇവരത് എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞു വന്നത് ആ ഫണ്ടാണ് ഇവരുടെ നേട്ടമായി കണക്കാക്കുന്നത്. അതാർക്ക് അന്നൊക്കെ ഒരുപാട് നിബന്ധനയുണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള റോഡിന് കൊടുക്കാൻ പാടില്ല, ഇപ്പൊ കമ്പ്യൂട്ടർ കൊടുക്കാൻ പാടില്ല, ഇളകണ ഒന്നിനും കൊടുക്കാൻ പാടില്ല. ഇപ്പൊ അതൊക്കെ മാറി സ്വകാര്യ വായനശാലയ്ക്ക് വരെ കൊടുക്കാൻ അവസരം. അപ്പൊ അതാണ് ഇവരുടെ നേട്ടമായി കാണുന്നത്. അതേ സമയത്ത് കേന്ദ്രത്തിൽ നിന്ന് ശക്തമായി വാദിച്ച് വാങ്ങിയിട്ട് ഒരു പ്രോജക്റ്റും കൊണ്ടുവന്നതായിട്ട് ബിജുവിന് പറയാൻ പറ്റില്ല. ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം 3 ഇരട്ടിയായി വർദ്ധിച്ചത് മണ്ഡലം ഇടതിലേക്ക് ഉറച്ചതിന്റെ സൂചനയായി പാർട്ടി പ്രവർത്തകർ കാണുന്നു. അപ്പോഴും കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. എന്തുകൊണ്ട് ബിജുവിനെ മാറ്റാൻ പാർട്ടിയിൽ ആലോചന നടക്കുന്നു? പ്രാദേശികമായ എതിർപ്പ് എങ്ങനെയുണ്ടായി? ബിജുവിന്റെ പ്രവർത്തനങ്ങളുള്ള എതിർപ്പല്ലേ അത്? തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന് അത് വോട്ടർമാരോട് വിശദീകരിക്കേണ്ടി വരില്ലേ? ഇങ്ങനെയൊക്കെയാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷകൾ.
തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് പാർട്ടി വിശ്വസിക്കുന്നു. ഇന്ത്യ രാജ്യം ഇന്ന് രാഹുൽ ഗാന്ധിയുടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വരവിനായി കാത്തിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രതിഫലനം സ്വാഭാവികമായി ആലത്തൂർ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടാവും. ഇത്തവണ കഴിഞ്ഞ 2 തവണയും ചില പ്രാദേശികമായ ചില വിഷയങ്ങൾ കൊണ്ടാണ് ഈ കോൺസ്റ്റിറ്റ്യുവൻസി UDF നഷ്ടപ്പെട്ടത്. ഇത്തവണ 100% UDF ജയിക്കാനുള്ള സാധ്യതയാണ് ആലത്തൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ളത്. ആലത്തൂർ മണ്ഡലത്തിന് മാത്രമായിട്ടല്ല, ഈ കേരളത്തിൽ മൊത്തമായിട്ട് എടുത്താൽ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ട് അത് ആർക്കാണ് ഗുണം ചെയ്യാമെന്ന് ജനത്തിന് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. അത് കോൺഗ്രസ് ഏറ്റവും വലിയ ഒന്നാം കക്ഷിയാവണമെന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം വേണമെന്നും കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ആലത്തൂരിലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ന് ഇവിടുത്തെ വോട്ടർമാർക്ക് വളരെ വ്യക്തമായ ബോധ്യമുണ്ട്. പിന്നെ ആലത്തൂരിലെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ UDFന് വളരെ മോശമായ ഒരു സാഹചര്യമൊന്നുമില്ല. ചില പ്രാദേശികമായ ചില കഴിഞ്ഞ വർഷം ഒരു ചിറ്റൂർ പ്രദേശത്തുണ്ടായിരുന്ന ഒരു കുടിവെള്ളത്തിന്റെ ഒരു പ്രശ്നം, അതുപോലെ ചില പ്രദേശത്ത് കോറി മാഫിയ ആയിട്ടുള്ള അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് പ്രാദേശിക വിഷയങ്ങൾ കൊണ്ടാണ് പലയിടത്തും വോട്ട് കുറവഞ്ഞത്. പക്ഷെ ഇത്തവണ അങ്ങനെയുള്ള പ്രാദേശിക വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. ആലത്തൂർ കോൺസ്റ്റിറ്റ്യുവൻസി UDFന്റെ ഒരു നല്ലൊരു തിരിച്ചുവരവ് നടത്താൻ പറ്റുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അരേക്കറിൽ ആദിവാസി കോളനി മംഗലം ഡാമില് അവിടെ വലിയ ബഹളമായിരുന്നു. അവർ വോട്ട് ചെയ്യാൻ പോയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ബിജു അടുത്ത കൊല്ലം ഞാനത് മുഴുവൻ ആ കോളനിയെ അംഗീകരിക്കും, കോളനിക്ക് വേണ്ട സൗകര്യം ചെയ്യും, കോളനി വെള്ളവും വെളിച്ചവും റോഡും ഒക്കെ ഉണ്ടാകും. ഇന്നും അത് അതേ തതേവി കിടക്കുകയാണ്. ഈ 2 നിയോജകമണ്ഡലവും കോൺഗ്രസ് ജയിച്ച നിയോജകമണ്ഡലങ്ങളാണ്. 77 2 ജയിച്ചു. പക്ഷെ അന്ന് വേണമെങ്കിൽ വാദത്തിന് പറയാം 20 ജയിച്ചപ്പോഴാണ് ജയിച്ചത്. 80 ഞാൻ പാലക്കാട് പാർലമെന്റ് നിയമമണ്ഡലം അതിലിപ്പോൾ 2 ഈ ആലത്തൂർ പട്ടുകിടക്ക, ചിറ്റൂരും കൊല്ലംകുളക്ക, ആലത്തൂരും ഞാൻ അത് ജയിച്ചു. അന്ന് ശ്രീ വെള്ളയച്ചൻ അദ്ദേഹത്തിന് അവസാന ഘട്ടത്തിൽ അദ്ദേഹത്തിന് അസുഖമായിട്ടാണ് ഒടുവിൽ അത് പരാജയപ്പെട്ടു. പക്ഷെ 84 ഞാനും KR നാരായണനും ജയിച്ചു. 89 ഞാൻ പരാജയപ്പെട്ടപ്പോഴും 1226 വോട്ടാണ് ഒരു പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ 7 ലക്ഷം വോട്ടർമാരിൽ കുറഞ്ഞു പോയത്. അതിന്റെ കാരണം അന്ന് ബോഫേഴ്സ് കത്തിക്കാളിക്കൊണ്ട സമയത്താണ് തോറ്റത്. അപ്പോൾ 77 ജയിച്ചു, 80 ഞാൻ മാത്രം ഞാൻ ജയിച്ചെങ്കിലും മറ്റതും ഇതില്ല. 84 2 ജയിച്ചു, 89 1200 വോട്ടിന് തോറ്റെങ്കിലും അന്ന് ബോഫേഴ്സിന്റെ ഒരു 91 2 പേരും ജയിച്ചു. അപ്പൊ ഈ നിയോജകമണ്ഡലം അങ്ങോട്ട് ജയിക്കാൻ പറ്റാത്തൊരു നിയോജകമണ്ഡലമല്ല, അത് ജയിക്കാൻ സാധിക്കും. അതിന്റെ സാഹചര്യം ഉണ്ടാകണം. സ്ഥാനാർത്ഥി ഒരു പ്രധാന ഘടകമാണ്. രണ്ടാമത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം, ഓരോ ഘട്ടങ്ങളിൽ തോൽക്കുന്നതും ജയിക്കുന്നതിൻ്റെയൊക്കെ രാഷ്ട്രീയ സാഹചര്യം ഇവിടെ വളരെ നെക്ക് ടു നെക്ക് നിൽക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലവും പ്രതികൂലവും വരുമ്പോൾ അതിനനുസരിച്ച് മാറും. PK ബിജു എന്ന MP-യുടെ 2 ടേമിലെ മണ്ഡലത്തിലെ സാന്നിധ്യം എന്ത് ഗുണം ചെയ്തു മണ്ഡലത്തിന്? തങ്ങളുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ PK ബിജുവിന് സാധിച്ചോ? മണ്ഡലത്തിലെ വോട്ടർമാർക്കുമുണ്ട് തങ്ങളുടെ നിലപാട്. ഇവിടെ പോരാ, ബിജു 10 വർഷമായി പേർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഇവിടുത്തെ പ്രവർത്തനം ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. എപ്പോഴെങ്കിലും വരും, ഇതിലെ പോകുമ്പോൾ കാണും. 10 0 മാർക്ക്. പറഞ്ഞ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ MP-ന്റെ പ്രവർത്തനം വലിയ ഒരു തൃപ്തികരമല്ലാത്തൊരു പ്രവർത്തനം തന്നെയാണ്. ഈ MP അവിടെ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പൊതുവേ മോശമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് PK ബിജുവിനെ പറ്റി എന്റെ അഭിപ്രായം. ഒരു 4 മാർക്ക് കൊടുക്കാം. നമുക്ക് അയാൾ വ്യക്തിപരമായിട്ട് നല്ല മനുഷ്യനാണ്. പിന്നെ കൊടുത്ത ഫണ്ടുകളൊക്കെ അയാൾ മര്യാദയ്ക്ക് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കമ്പയർ ചെയ്യാന്ന് വെച്ചാൽ PK രാജേഷും ബിജുവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം വരില്ല എന്ന് ചിലർക്കൊക്കെ അഭിപ്രായമുണ്ട്. മണ്ഡലത്തിലെ കാര്യങ്ങളിലൊക്കെയും സജീവമായിട്ട് ഇടപെടാറുണ്ട്. അയാളുടെ അഭാവത്തിൽ ഇവിടെ പ്രശ്നങ്ങളൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. സജീവമായിട്ട് ഇടപെടുന്ന ആൾ തന്നെയാണ്. 10 നമുക്കൊരു 7 മാർക്ക് കൊടുക്കാം. MP പറഞ്ഞാൽ ഇവിടെ പൊതുവായിട്ട് എല്ലാവർക്കും നല്ല വികസനങ്ങളാണ് ചെയ്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മൂപ്പര് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ ഫണ്ടുകളൊക്കെ അതായത് എത്തിക്കേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല മാർഗത്തിൽ കുഴപ്പമില്ല. ആള് നല്ലൊരു MP തന്നെ നമ്മുടെ ആലത്തൂരിനെ സംബന്ധിച്ചോളം. 10 മാർക്ക് കൊടുക്കാം. പ്രവർത്തനം വിലയിരുത്താനുള്ള ഉദ്ദേശിച്ചിട്ട് ഇവിടെ കുടിവെള്ള സ്രോതസ്സിൽ ശുചിത്വമായ ഒരു വെള്ളത്തിന്റെ സാഹചര്യം വളരെ കുറവാണ്.
ആ ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ നിലവിൽ ഇന്നേ വരെ വന്ന ഒരു ഭരണകക്ഷിക്കോ പ്രതിപക്ഷ MP-ക്കോ ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല. ആലത്തൂരിന്റെ മുഖ്യമായ പ്രശ്നം കുടിവെള്ളം. ആ കുടിവെള്ളം ശുചിത്വമായ വെള്ളം കിട്ടാൻ ലഭ്യമാക്കുന്ന ഒരു സാഹചര്യം ഇതേവരെ ഉണ്ടായിട്ടില്ല. അത് ഉണ്ടാക്കണം എന്നാണ് അതിന്റെ അഭിപ്രായം. MP-ക്ക് മാർക്കോട് ഉദ്ദേശിക്കുന്നത് ഒരു 10-ൽ 2 ഇപ്പോഴത്തെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ. PK ബിജുവിനെ പറ്റി വലിയ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ പിന്നെ എല്ലാം ചെയ്യണതൊക്കെ പാർട്ടിക്കാരാണല്ലോ. PK ബിജു ഒരു MP അല്ലേ, ഇവിടെ പാർട്ടിയുടെ മെയിൻ. മണ്ഡലത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, പോണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു 8 മാർക്ക് കൊടുക്കാം. പ്രവർത്തനം തന്നെ മൂപ്പര് മോശമില്ലാത്ത ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും മൂപ്പര് ഇടപെടുന്നുണ്ട്. പിന്നെ MP എന്നുള്ള നിലയ്ക്ക് എല്ലാവരും എത്താൻ കഴിഞ്ഞു എന്ന് വരില്ല. കാരണം MP മണ്ഡലം തന്നെ വലിയൊരു സംഭവമാണ്. ചെറിയൊരു മണ്ഡലമാണെങ്കിൽ നമുക്ക് എല്ലാവരും എത്താൻ പറ്റും. പറ്റുന്ന എല്ലാ പരിപാടികളിലും മൂപ്പര് പങ്കെടുക്കുന്നുണ്ട്. 10-ൽ 7 മാർക്ക് കൊടുക്കാം. ബിജു നല്ല പ്രവർത്തനമായിരുന്നു. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 10-ൽ 10. നല്ല അഭിപ്രായമാണ്. PK ബിജു എന്നുള്ള രീതിക്ക് നല്ല രീതിക്ക് MP എന്നുള്ള രീതിക്ക് നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ഭാഗത്ത് മുഴുവൻ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറഞ്ഞതുപോലെ തന്നെ വലിയൊരു ലോക്സഭാ മണ്ഡലമായതുകൊണ്ട് MLA-മാരുടെ ആ ഒരു പ്രവർത്തനത്തിനനുസരിച്ച് വിലയിരുത്താൻ MP-മാരെ കഴിയില്ലല്ലോ. അപ്പൊ MP എന്നുള്ള രീതിക്ക് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് സഖാവ് ബിജു കാഴ്ചവെച്ചിട്ടുണ്ട് നടക്കുന്നത്. അവർക്ക് 10-ൽ 10 മാർക്ക് തന്നെ ഞങ്ങൾ കൊടുക്കും. SC ST-ക്കാർക്കാണ് കൂടുതൽ അവർ മുഴുവൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയില്ല. പക്ഷെ കൂടുതലും SC ST-ക്കാരനെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരാനുള്ള സഹകരണങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അയാളെ കൊണ്ടാവുന്നത് 10-ൽ 9 മാർക്ക് കൊടുക്കാം. 10-ൽ 10 മാർക്ക് കൊടുക്കാം. PK ബിജുവിന്റെ MP-യുടെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ MP-മാരിൽ അത്രത്തോളം പോരെങ്കിലും എന്നാലും വലിയ മോശമില്ല. കുറ്റം പറയത്തക്ക രീതിയിലൊന്നുമില്ല. പ്രസൻസ് ഇവിടെ കുറവാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ മോശമാണെന്ന് പറയാനുള്ളതൊന്നുമില്ല. 10 മാർക്കിന് ഞങ്ങളൊരു 6 മാർക്ക് കൊടുക്കാം. റേറ്റ് MP ഇതോടെ പൂർത്തിയാവുകയാണ്. നാളെ മറ്റൊരു മണ്ഡലവുമായി, ആ മണ്ഡലത്തിലെ MP-യുടെ വിശേഷങ്ങളുമായി, വികസന പ്രവർത്തനങ്ങളുമായി എത്താം. തൽക്കാലം നമസ്കാരം.